കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നൈറ്റ് ദ ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ്. നമുക്ക് ചില വേദവാക്യങ്ങൾ വായിക്കാം. 1 തിമോത്തിയോസ് 6:12. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇന്ന് നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. നമ്മളുടെ വിശ്വാസ ജീവിതത്തിന് എന്താണ് തടസ്സം? വിശ്വാസ ജീവിതം വിജയകരമായി നയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? തിമോത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നിത്യജീവനെ പിടിച്ചുകൊള്ളുക, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുന്നതിന് തടസ്സമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. പലരും പലപ്പോഴും വിശ്വാസ ജീവിതമൊക്കെ തുടങ്ങി അല്പം അങ്ങോട്ട് കഴിയുമ്പോൾ സാവധാനം അതിൻ്റെ സന്തോഷമൊക്കെ കുറഞ്ഞു വന്ന് വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ട് പോകാറുണ്ട്. എന്താണ് അതിനൊക്കെ കാരണം? പലരും വീറോടെ തുടങ്ങിയ വിശ്വാസ ജീവിതം പെട്ടെന്ന് തന്നെ അത് തണുത്തു പോകാറുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? വിശ്വാസ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം പരിജ്ഞാനമില്ലായ്മയാണ്. ദൈവവചന പരിജ്ഞാനം ഇല്ലായ്മ. ഹോശേയ 4:6 നമുക്ക് വായിക്കാൻ സാധിക്കും: പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ദൈവവചന പരിജ്ഞാനം ഇല്ലായ്ക. ദൈവവചനത്തിൽ ഒരു അറിവുമില്ലാത്ത ഒരു വ്യക്തിക്ക് വിജയകരമായ ഒരു വിശ്വാസ ജീവിതം സാധ്യമല്ല. ദൈവവചന പരിജ്ഞാനമില്ലാത്തതിന് എന്താണ് കാരണം? അതെ, നാം തന്നെ അതിന് ഉത്തരവാദികളത്രേ. നാം ദൈവവചനം വായിക്കുന്നില്ല, അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല. ദൈവവചന ജ്ഞാനമില്ലാത്തവൻ എങ്ങനെ വിജയകരമായി ജീവിക്കും? വേദപുസ്തകത്തിന്റെ പ്രതികൾ ധാരാളം ഭവനത്തിലുണ്ടായിരിക്കാം. അത് തുറന്നു നോക്കാത്തവർക്ക് എങ്ങനെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കും? റോമർ 10:17 നമുക്ക് വായിക്കാം: ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവവചനം വായിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വിശ്വാസമുണ്ടാകും? പലരും വേദപുസ്തകം ഭാഗികമായി വിശ്വസിക്കുന്നവരാണ്. ദൈവവചനം മുഴുവനായി അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. അവർക്ക് വേണ്ടത് എന്ന് തോന്നുന്നത് അവർ അതിൽ നിന്ന് സ്വീകരിക്കും. ദൈവവചനത്തിൽ കുറെ കാര്യങ്ങൾ അത് മറ്റു പല സഭാവിഭാഗങ്ങൾക്കും ഉള്ളതാണ്. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. പല ക്രിസ്ത്യാനികളും ദൈവവചനം പരിപൂർണമായി വിശ്വസിക്കുന്നവരല്ല. അവർക്ക് ചിലർക്കൊക്കെ ദൈവവചനം നന്നായി അറിയാം. അവർ അതിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നില്ല. അവർ വായിക്കുന്ന വചനം അതിന് ജീവനുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്
വളരെ തടസ്സമുണ്ടാക്കുന്നതാണ്. ദൈവവചനം വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും? ദൈവവചനത്തെ പരിപൂർണമായി വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. നാം ദൈവവചനത്തിൽ വേരൂന്നി ജീവിച്ചാൽ, നാം ദൈവവചനം ദിവസവും വായിച്ച് അതിൻ പ്രകാരം ജീവിക്കുവാൻ ശ്രമിച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അനേക വാഗ്ദത്തങ്ങളാൽ നിറഞ്ഞ ഒരു പുസ്തകം അത്രേ വിശുദ്ധ വേദപുസ്തകം. അത് ജീവൻ നൽകുന്നതാണ്. ദൈവവചനം സൗഖ്യമാക്കുന്നതാണ്. ദൈവവചനം നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. ദൈവവചനം നമുക്ക് നല്ല മാർഗത്തിൽ നടക്കുവാൻ നമ്മെ സഹായിക്കുന്നതത്രേ. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ ധൈര്യത്തോടെ പിടിച്ചു നിൽക്കുവാൻ ദൈവവചനം നമ്മെ സഹായിക്കും. അത് വായിക്കുന്നില്ലെങ്കിൽ അത് എങ്ങനെ സഹായിക്കുവാൻ സാധിക്കും? ദൈവവചനം വായിക്കാത്തവർക്ക് അതിൽ അടങ്ങിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അതിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ദൈവവചനത്തിന് സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട് എന്ന് ദൈവവചനം വായിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാക്കും? നാം എത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങുമോ, ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന വിശ്വാസി വളരെ വിജയകരമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനിടയാകും. അനേക വാഗ്ദത്തങ്ങളാൽ നിറഞ്ഞ മനോഹരമായ മാധുര്യമേറിയ ഈ ദൈവവചനം അതൊന്ന് വായിച്ച് അതൊന്ന് അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവവചനം നമുക്ക് ആശ്വാസം തരുന്നതാണ്. അത് വിടുതൽ തരുന്നതാണ്. ദൈവശബ്ദം നമുക്ക് ദൈവവചനത്തിൽ കൂടെ കേൾക്കുവാൻ സാധിക്കും. ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ, അടുത്ത കൂട്ടായ്മയിലാകുവാൻ ദൈവവചനം നമ്മെ സഹായിക്കും. വേദപുസ്തകം തുറന്ന് വായിച്ചില്ലെങ്കിൽ അത് എങ്ങനെ സാധിക്കും? അതെ, വിശ്വാസ ജീവിതത്തിന്റെ ഒന്നാമത്തെ തടസ്സം ദൈവവചനം വായിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവവചന പരിജ്ഞാനം ഇല്ലെന്നുള്ളത് തന്നെ അത്രേ. പലർക്കും വേദപുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ്. പണ്ടെങ്ങോ നടന്ന കുറെ കഥകൾ, നല്ല കഥകൾ അടങ്ങിയ ഒരു പുസ്തകം. ആരുടെയൊക്കെയോ അനുഭവങ്ങൾ എഴുതി വെച്ചു. ആരുടെയൊക്കെയോ ജീവിതത്തിൽ അന്ന് അത്ഭുതം നടന്നു. ആരൊക്കെയോ മരണത്തിൽ നിന്ന് എഴുന്നേറ്റു. ആരുടെയൊക്കെയോ മാറാവ്യാധികൾ സൗഖ്യമായി. വേദപുസ്തകം ഇന്നും ജീവിക്കുന്ന ദൈവവചനം അത്രേ. ദൈവവചനം വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇന്നും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ സാധിക്കും. ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കും. ദൈവത്തിൽ നിന്ന് രോഗസൗഖ്യം സാധിക്കും. പ്രത്യാശ ലഭിക്കും. നിരാശയിൽ നിന്ന് വിടുതൽ ലഭിക്കും. ജീവിക്കുന്ന ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? രണ്ടാമത്തെ തടസ്സം നമ്മുടെ ഉത്സാഹമില്ലായ്മയാണ്. എബ്രായർ 11:6 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് നാം തന്നെ ഉത്തരവാദികൾ അത്രേ. നാം ദൈവത്തിൽ ഉത്സാഹമുള്ളവരാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നാം വിശ്വസ്തയോടെ ചെയ്യുന്നവരാണ്, ഉത്സാഹത്തോടെ ചെയ്യുന്നവരാണ്. നമ്മുടെ ജോലി എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് അത് നാം ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളൊരു സ്കൂൾ അധ്യാപകനോ അധ്യാപികയോ ആയിരിക്കാം. നിങ്ങളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾ ഉത്സാഹത്തോടെ ചെയ്യുന്നവരാണോ? ഒരു അധ്യാപകൻ
ഉത്സാഹത്തോടെ തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവരാണോ അതോ മടിയന്മാരാണോ? എങ്ങനെയെങ്കിലുമൊക്കെ ക്ലാസ് 1 ഒരു തരത്തിൽ ഇന്നത്തെ കഴിഞ്ഞ് അവരെ വീട്ടിൽ വിടണം. തങ്ങളുടെ വിദ്യാർത്ഥികളുടെ ആവശ്യം അറിഞ്ഞ് അവരെ സഹായിക്കുന്നവരാണോ അധ്യാപകർ? നല്ല ഉത്സാഹമുള്ള അധ്യാപകർക്ക്, വിദ്യാർത്ഥികളെ നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മാത്രമേ നല്ല ഒരു അധ്യാപകൻ എന്ന പേര് സമ്പാദിക്കുവാൻ സാധിക്കുകയുള്ളൂ. തനിക്ക് ഏതെല്ലാം വിഷയങ്ങളിൽ പ്രാവീണ്യമുണ്ട്, തനിക്ക് ഏതെല്ലാം തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, അതൊന്നും വിഷയമല്ല. നിങ്ങൾ ഉത്സാഹത്തോടെ നിങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നില്ല എങ്കിൽ, നാം എല്ലാവരും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്സാഹത്തോടെ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു ഡോക്ടർ ആയിരിക്കാം. നിങ്ങളുടെ അടുക്കൽ എത്തുന്ന രോഗികളെ നിങ്ങൾ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത്? ഉത്സാഹത്തോടെയാണോ? രോഗികളെ നന്നായി ചികിത്സിക്കുന്ന ഒരു ഡോക്ടറിനാണ് നല്ല ഒരു ഡോക്ടർ എന്നുള്ള പേര് ലഭിക്കുന്നത്. തങ്ങളുടെ പേഷ്യൻസിന്റെ അഭിപ്രായം അനുസരിച്ചാണ് ആ ഡോക്ടറിന്റെ പേര്. തങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വം, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ഉത്സാഹത്തോടെ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് നല്ല ഒരു പേർ ഉണ്ടാകുന്നത്. അത് പണം കൊടുത്ത് സമ്പാദിക്കുവാൻ സാധ്യമല്ല. മറ്റുള്ളവരുടെ റെക്കമെൻഡേഷനിലോ ഒന്നും കിട്ടുന്ന കാര്യമല്ല. ഒരു നല്ല അധ്യാപകനാകണമെങ്കിൽ, ഒരു നല്ല അധ്യാപകൻ ഉള്ള പേര് സമ്പാദിക്കണമെങ്കിൽ അത് പണം കൊടുത്ത് വാങ്ങുവാൻ പറ്റുകയില്ല. മറ്റുള്ളവരുടെ സ്വാധീനത്തിലും ലഭിക്കുകയില്ല. തങ്ങളുടെ വിദ്യാർത്ഥികളുടെ അഭിപ്രായം അത്രേ ഒരു അധ്യാപകനെ നല്ല അധ്യാപകനോ മോശം അധ്യാപകനോ എന്ന് ഉള്ള പേരിന് അർഹനാക്കുന്നത്. തൻ്റെ അരികിലെത്തുന്ന രോഗികളെ ഉത്സാഹത്തോടും വിശ്വസ്തയോടും ശുശ്രൂഷിക്കുന്ന ഒരു ഡോക്ടറിനത്രേ നല്ല ഡോക്ടർ എന്ന പേര് ലഭിക്കുന്നത്. അത് പണം കൊടുത്താൽ ലഭിക്കുകയില്ല, ആരുടെയും സ്വാധീനത്തിലും ലഭിക്കുകയില്ല. നാം വിശ്വാസത്തിൽ ഉത്സാഹമുള്ളവരല്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നാം തളർന്നു പോകും. അത് ദൈവവചനത്തിൽ നിന്നാണ് നമുക്ക് ആ ശക്തി ലഭിക്കുന്നത്. നാം വിശ്വാസം മുറുകെ പിടിക്കുന്നവരാകണം. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നേക്കാം. എൻ്റെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിച്ചത്. പല കൊടുങ്കാറ്റുകളുടെയും തിരമാലയുടെയും മുമ്പിൽ തളരാതെ നിൽക്കുവാൻ എന്നെ ഇടയാക്കിയത് എൻ്റെ വിശ്വാസമാണ്. അത് ദൈവവചനം പഠിക്കുന്നതിലും ധ്യാനിക്കുന്നതിലും കൂടെയാണ് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ വളർത്തുവാൻ സാധിക്കുന്നത്. പല പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും തളരാതെ പിടിച്ചു നിന്ന് വിജയം വരിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ ദൈവവചനം പഠിക്കുന്നവളല്ല, വായിക്കുന്നവളല്ല എങ്കിൽ എങ്ങനെ അത് സാധിക്കും? ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. സകല പ്രശ്നങ്ങൾക്കും ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് വേദപുസ്തകം വായിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാകും? അവിടുന്നും ഇവിടുന്നും ഒക്കെ കേൾക്കുന്നതൊന്നും നമ്മെ സഹായിക്കത്തില്ല. അതൊക്കെ പെട്ടെന്ന് മാഞ്ഞു പോകും. നാം തന്നെ വചനം വായിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടുമ്പോൾ അത് നമുക്ക് ജീവൻ നൽകും. ഒരു കൊടുങ്കാറ്റും ഒരു തിരമാലയും സഹോദര സഹോദരി, നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളെ തള്ളിയിടുവാൻ
ദൈവം അനുവദിക്കില്ല. ഉത്സാഹമില്ലായ്മ നമുക്ക് വിശ്വാസ ജീവിതത്തിന് തടസ്സമുണ്ടാക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് മൂന്നാമതായി ഉണ്ടാകുന്ന ഒരു തടസ്സം നാം മടിയന്മാരാകുന്നു എന്നതാണ്. മന്ദത ഉള്ളവരാകുന്നു. എബ്രായർ 6:12 ഇപ്രകാരം വായിക്കാം: അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ ആയിത്തീരും. നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകായികളായിത്തീരും. അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചുവെന്ന് നാം വായിച്ചിട്ടില്ലയോ? പലരും തീഷ്ണതയോടെ വിശ്വാസ ജീവിതം തുടങ്ങും. അല്പം യാത്ര ചെയ്ത് കഴിയുമ്പോൾ അവരുടെ വിശ്വാസം പെതുക്കെ കുറഞ്ഞു വരും. അവസാനം ഒരു ബോറിംഗ് ലൈഫ് ആകും. സന്തോഷമെല്ലാം നഷ്ടപ്പെട്ട് എങ്ങനെയോ ഒരു പേരിന് വിശ്വാസമുണ്ട് എന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകും. നല്ല തീഷ്ണതയിലാണ് ഇറങ്ങി തിരിച്ചത്. അധികം താമസിക്കാതെ തന്നെ ആ വിശ്വാസത്തിന്റെ തീഷ്ണതയൊക്കെ കുറഞ്ഞ് സാധാരണ മനുഷ്യരെ പോലെ പലരും ജീവിക്കുന്നത് കാണാം. ഒരിക്കൽ നിങ്ങൾക്കുണ്ടായിരുന്ന തീഷ്ണത എവിടെ പോയി? എങ്ങനെ നിങ്ങളുടെ വിശ്വാസം തണുത്തുപോയി? ദൈവത്തോട് സമയം ചിലവഴിക്കാത്തതും ദൈവവചനത്തിൽ സമയം ചിലവഴിക്കാത്തതും ഒക്കെ അത്രേ അതിൻ്റെ കാരണം. മന്ദതയുള്ളവരായി പോകുന്നു. നാം ഉത്സാഹമുള്ളവരായിരിക്കണം. നാം മടിയന്മാരാകരുത്. മടിയന്മാരെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. ഉത്സാഹമുള്ളവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. എന്തിനും തയ്യാറായി, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഉത്സാഹമുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. ചില വ്യക്തികൾ എനിക്ക് സൗകര്യമുള്ളതും എനിക്ക് നല്ലതും തോന്നുന്നതും ഒക്കെ ഞാൻ അങ്ങ് ചെയ്യും. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമോ എനിക്കൊരു ചെറിയ റിസ്ക് എടുക്കേണ്ട കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, ഞാൻ കുറച്ച് നല്ല കാര്യമൊക്കെ ചെയ്യുന്നല്ലോ. അങ്ങനെയല്ല. നാം ഉത്സാഹത്തോടെ നിന്ന് വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരത്രേ. നാം മടിയന്മാരായി പോയാൽ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് തടസ്സമാകും. പലർക്കും ധീരതയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരെന്തോ വിചാരിക്കും, എന്നെപ്പറ്റി മറ്റുള്ളവർ എന്തോ ഓർക്കും, അതുകൊണ്ട് ഞാൻ ആർക്കും ഒന്നും തോന്നാത്ത രീതിയിൽ അങ്ങ് ജീവിക്കാം. സഹോദര സഹോദരി, നിങ്ങളുടെ വിശ്വാസ ജീവിതം വിജയകരമായി കൊണ്ടുപോകുവാൻ അത് നിങ്ങൾക്ക് തടസ്സമാകും. വെളിപ്പാട് 3:15-16 എന്നീ വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്ന് കളയും. നമുക്ക് ദൈവത്തിന് വേണ്ടി ധൈര്യമായി നിൽക്കുവാൻ സാധിക്കുമോ? ഉറച്ച വിശ്വാസത്തോട് മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ? നാം ദൈവത്തിൽ ധൈര്യമുള്ളവരാണ്. പലർക്കും സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത് പലരുടെയും വൈരാഗ്യത്തിന് കാരണമായേക്കാം. അത് പലരുടെയും സന്തോഷത്തിനെ തടസ്സപ്പെടുത്തിയേക്കാം. പലർക്കും ദൈവവചന പ്രകാരം ചില വിഷയങ്ങൾ മുൻപിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. അവർക്ക് മറ്റുള്ള മനുഷ്യരെ ഭയമാണ്. അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ? അല്ലെങ്കിൽ അവർ എന്തു വിചാരിക്കും? ഇന്ന ആളിനോട് നമുക്കത് ചെയ്യുന്ന ശരിയല്ലല്ലോ. സഹോദര സഹോദരി, നിങ്ങൾ
ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുമോ? നിങ്ങളുടെ വിശ്വാസ ജീവിതം ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? മനുഷ്യരെ പല വിഷയങ്ങളിലും പ്രസാദിപ്പിക്കുവാൻ നോക്കിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയുമില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസത്തിൽ അടിയുറച്ച ഒരു വ്യക്തിക്ക് ഒരു അനീതിക്കും കൂട്ടുനിൽക്കുവാൻ സാധിക്കുകയില്ല. ഒരു തെറ്റായ കാര്യങ്ങൾക്കും കൈയടിച്ച് സമ്മതിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തെയും ലോകത്തെയും ഒന്നിച്ച് പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ ഏറ്റെടുക്കാമോ? പലരും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, രോഗികളാകുമ്പോൾ മറ്റു പലരെയും ആശ്രയിക്കുന്നു. അവരുടെ വിശ്വാസം അവർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ലേ? അത് ദൈവവചനത്തിലുള്ള പരിജ്ഞാനക്കുറവാണ്. എൻ്റെ സഹവിശ്വാസികളെ, എൻ്റെ കൂട്ടുവേലക്കാരെയൊക്കെ ഞാൻ പലപ്പോഴും അവരുടെയൊക്കെ പ്രാർത്ഥന ഞാൻ പല വിഷയങ്ങളിലും ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് ആരോടും പ്രാർത്ഥന ചോദിക്കണമെന്നല്ല ഞാനിവിടെ പറയുന്നത്. പലർക്കും തങ്ങളുടെ പ്രശ്നങ്ങളിൽ പ്രാർത്ഥിച്ച് വിടുതലെടുക്കുവാൻ ഉള്ള വിശ്വാസമില്ല. അത് ദൈവവചനത്തിലുള്ള പരിജ്ഞാനക്കുറവാണ്. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു കൊടുങ്കാറ്റ് നമുക്ക് നേരെ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഉള്ള ധൈര്യം പല ജീവിതങ്ങൾക്കും ഇല്ല. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തു അവൻ ആടുകളുടെ വാതിലത്രേ. അവൻ അനുവദിക്കാതെ ആർക്കും നമ്മെ തൊടുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ദൈവം നമുക്ക് ചുറ്റും തീമതിലാണ്. അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. ദൈവവചനത്തിലുള്ള പരിജ്ഞാനക്കുറവ് കൊണ്ട്, വിശ്വാസമില്ലായ്മ കൊണ്ട്. പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും നേരിടുമ്പോൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കും. ദൈവത്തിന് മുഖപക്ഷമില്ല. തന്നോട് അടുത്തു വരുന്ന ഏവരെയും ദൈവം സഹായിക്കും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. നാം ധൈര്യമായിട്ട് വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമോ? ഗലാത്യർ 6:5 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഓരോരുത്തൻ താൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളുടേതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഉത്തരവാദിത്വവും നമ്മളുടേത് തന്നെയാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ പിടിച്ചു നിൽക്കുകയും ദൈവസന്നിധിയിൽ ഇരുന്ന് അതിന് വിടുതൽ പ്രാപിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടേത് തന്നെയാണ്. പലരും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റു പലരെയും തേടി നടക്കാറുണ്ട്. പലരും വിചാരിക്കുന്നത് ഇന്ന വ്യക്തി പ്രാർത്ഥിച്ചാൽ എനിക്ക് വിടുതൽ വരും, ആ വ്യക്തി പ്രാർത്ഥിച്ചാൽ എനിക്ക് വിടുതൽ വരും, ആ വ്യക്തി വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു പ്രാർത്ഥനാ വീരനാണ്, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ എനിക്ക് വിടുതൽ ലഭിക്കും. സഹോദര സഹോദരി, പിന്നെയും ഞാൻ പറയട്ടെ, ഞാനും മറ്റുള്ളവരുടെ പ്രാർത്ഥന ചോദിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണമേ, ദൈവ പൈതലേ, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം എന്താണ്? നിങ്ങൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നവരാണോ? വിശ്വാസത്തോട് ചോദിക്കുന്ന എന്തും നമുക്ക് ലഭിക്കയില്ലേ? ദൈവഹിതത്തിന് അകത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്ന എന്തു കാര്യവും ദൈവം നമുക്ക് നൽകും. നമുക്ക് ധൈര്യമായി നമ്മുടെ വിശ്വാസ യാത്ര തുടരാം. എബ്രായർ 10:23 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ, അവൻ വാക്ക് മാറാത്തവനാകട്ടോ.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങളുടെ പ്രശ്നം എന്തു ആയിക്കോട്ടെ, സാഹചര്യങ്ങൾ പ്രതികൂലമായിക്കോട്ടെ, നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുമെന്ന് ആരും വിശ്വസിക്കുന്നില്ലായിരിക്കാം. ധൈര്യമായി വിശ്വാസ ജീവിതം നയിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. വിശ്വാസ ജീവിതത്തിന് തടസ്സമായി ഒന്നും നിൽക്കരുത്. പരിജ്ഞാനമില്ലായ്മ, മടിയുള്ള ജീവിതം, ഉത്സാഹമില്ലായ്ക, സ്വന്തം വിശ്വാസ ജീവിതത്തിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാതെ ഇരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം എടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒന്നും തടസ്സമായിരിക്കരുത്. വിശ്വാസ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ഒന്നാമത്തെ ശത്രു പരിജ്ഞാനമില്ലായ്മയത്രേ. പരിജ്ഞാനമില്ലാതെ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വിലയേറിയ ഒരു സമ്മാനമത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. ഇത് ദിവസവും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ വിശ്വാസ ജീവിതം ശക്തിയോടെ നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. ജീവിതത്തിൽ പ്രത്യാശയോടെ ജീവിക്കുവാനും ധൈര്യത്തോടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മുന്നോട്ട് പോകുവാനും അത് നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കാത്തുകൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു. വിശ്വാസത്തിൽ മുന്നേറുവാൻ, കർത്താവിൽ വളരുവാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മനോഹരമായ തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയ വചനങ്ങൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിൽ അവിടുന്ന് ഞങ്ങൾക്ക് ആശ്വാസവും വിടുതലുമായിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ദൈവമേ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരിൽ രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ സൗഖ്യം വരട്ടെ. നിരാശയിലായിരിക്കുന്നവർ സ്വർഗീയ സമാധാനം, ആശ്വാസം അനുഭവിക്കട്ടെ. പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും ആയിരിക്കുന്നവർ അവിടുത്തെ അത്ഭുതമായ കരങ്ങളുടെ വിടുതൽ അനുഭവിക്കട്ടെ. സകല മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രന്റെ നാമത്തിൽ തന്നെ. ആമേൻ.